പാഠം 1 അൽ അഹ്കാമു ശറയ്യ. പരിശുദ്ധ ദീനിന്റെ വിധികൾക്കാണ് അഹ്കാമു ശറയ്യ എന്ന് പറയുന്നത്. അവ അഞ്ചാകുന്നു. വാജിബ്, ഹറാമ്, സുന്നത്ത്, കറാഹത്ത്, ഹലാൽ എന്നിവയാണവ. അൽ വാജിബു, ചെയ്താൽ പ്രതിഫലവും ഒഴിവാക്കിയാൽ ശിക്ഷയുമുള്ളത്. വാജിബിന് ഫർള് എന്നും പേരുണ്ട്. ഫർള് രണ്ട് വിധമാണ്. ഒന്ന് ഫർള് ഐന്, ഓരോ മുക്കല്ലഫിനും നിർബന്ധമായത്. 5 വക്ത് നിസ്കാരം, റമദാനിലെ നോമ്പ് പോലുള്ളവ അതിൽപ്പെട്ടതാണ്. 2 ഫർള് കിഫായ, സമൂഹത്തിൽ നിന്ന് ചിലർ ചെയ്താൽ എല്ലാവരും ശിക്ഷയിൽ നിന്ന് ഒഴിവാകുന്നതും ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകുന്നതും. ഉദാഹരണം മയ്യത്ത് നിസ്കാരം. അൽ ഹറാമു, ചെയ്താൽ ശിക്ഷയുള്ളതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും. ഉദാഹരണം മദ്യപാനം. അസുന്നത്തു, ചെയ്താൽ കൂലിയുള്ളതും ഒഴിവാക്കിയാൽ ശിക്ഷയില്ലാത്തതുമാകുന്നു. ഉദാഹരണം സലാം പറയൽ. ഇതിന് മന്ദൂബ്, തതവ്വു, നഫ്ല്, മുസ്തഹബ് എന്നെല്ലാം പേരുണ്ട്. അൽ കറാഹത്തു, ചെയ്താൽ ശിക്ഷയില്ലാത്തതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും. ഉദാഹരണം നിസ്കാരത്തിൽ തല തുറന്നിടുക. അൽ ഹലാലു, ചെയ്താലും ഇല്ലെങ്കിലും ശിക്ഷയും കൂലിയും ഇല്ലാത്തത്. ഉദാഹരണം നല്ല ചെരുപ്പ് ധരിക്കുക. ഇതിന് മുബാഹ്, ജായിസ് എന്നും പറയപ്പെടും. പാഠം 2 അസ്സലാത്തു. നിങ്ങൾക്കറിയാമോ നിസ്കാരത്തിൻ്റെ മഹത്വം എത്ര വലുതാണ്? മുസ്ലിങ്ങൾ നിർവഹിക്കുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് നിസ്കാരം. അശുദ്ധികൾ, നജസ്സുകൾ എന്നിവയിൽ നിന്നെല്ലാം ശുദ്ധി വരുത്തി ഭക്തിയോടെ അത് നിർവഹിക്കപ്പെടണം. നിസ്കാരത്തിൽ ഭയഭക്തിയുള്ള വിശ്വാസികൾ വിജയം വരിച്ചു എന്ന് അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു. ഓരോ നിസ്കാരവും അതിൻ്റെ കൃത്യസമയത്ത് തന്നെ ചെയ്യണം. നിസ്കാരം സമയം വിട്ടു ബന്ധിക്കുന്നവർക്കാണ് സർവനാശവും എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശം പോലുമില്ല. ഉറക്കം, മറവി എന്നീ കാരണങ്ങൾ കൊണ്ടല്ലാതെ നിസ്കാരം സമയത്തെ വിട്ട് പിന്തിക്കാവുന്നതല്ല. കാരണമില്ലാതെ ഖളാ ആയ നിസ്കാരം ഉടനെ തന്നെ ഖളാ വീട്ടൽ നിർബന്ധമാണ്. അവൻ്റെ മുഴുവൻ സമയങ്ങളും അതിനായി ഉപയോഗിക്കണം. ആസന്നമായ നിസ്കാരത്തെക്കാൾ അതിനെ മുന്തിക്കുകയും ചെയ്യണം. ഉറക്കം കൊണ്ടോ മറവി കൊണ്ടോ ഖളാ ആയതും ഉടനെ ഖളാ വീട്ടലും ആസന്നമായ നിസ്കാരത്തെക്കാൾ മുന്തിക്കലും സുന്നത്താണ്. കുട്ടികൾക്ക് നിസ്കാരം വാജിബില്ലെങ്കിലും 7 വയസ്സ് മുതൽ അവരോട് നിസ്കരിക്കാൻ കൽപ്പിക്കുകയും 10 വയസ്സായാൽ നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ അടിക്കലും രക്ഷിതാക്കൾക്ക് വാജിബാണ്. നോമ്പിന് കഴിവുള്ളവരാണെങ്കിൽ നോമ്പ് ഇപ്രകാരം തന്നെയാണ്. പാഠം 3 അൽ മിയാഹു. നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ പെട്ടതാണല്ലോ അശുദ്ധികളിൽ നിന്നും നജസ്സുകളിൽ നിന്നും ശുദ്ധിയായിരിക്കൽ. ശുദ്ധിയാക്കാൻ വെള്ളം വേണം. വെള്ളം 3 വിധമാണ്: തൊഹൂറ്, ത്വാഹിറ്, നജിസ്. അത്തൊഹൂർ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമാണ്. ഇത് മുത്തലക്കായ വെള്ളം എന്നും ഇതിന് പറയും. കിണർ, കുളം, പുഴ, കടൽ മുതലായവയിൽ വെള്ളം തൊഹൂറാണ്. അത്വാഹിറു സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതുമായ വെള്ളം. കഞ്ഞിവെള്ളം, ഇളനീർ വെള്ളം, പനനീർ മുതലായവ ത്വാഹിറാണ്. നജസ്സു സ്വയം ശുദ്ധിയില്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതും. ഉദാഹരണം മൂത്രം. ഫർളായ ശുദ്ധീകരണത്തിൽ ഉപയോഗിച്ച കുറഞ്ഞ വെള്ളത്തിന് മുസ്താമിൽ എന്നും നജസ് ചേർന്ന കുറഞ്ഞ വെള്ളത്തിന് മുതനജിസ് എന്നും പറയും. ഇവ രണ്ടും ഒരുമിച്ച് കൂടി 2 കൊല്ലത്തായാൽ പകർച്ചയില്ലെങ്കിൽ തഹൂറാണ്. 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം നജസ് ചേർന്നാൽ തന്നെ മുതനജിസാകും. 2 കൊല്ലത്തുണ്ടെങ്കിൽ പകർച്ചയായാൽ മാത്രമേ മുതനജിസാവുകയുള്ളൂ. പാഠം 4 അന്നജാസാത്തു വതത്ഹീറുഹ. നജസ്സുകൾ 3 വിധമാകുന്നു. 1 മുഅല്ലല്, നായ, പന്നി, അവയിൽ നിന്ന് ജന്മം കൊണ്ടവ. ഇവയാണ് മുഅല്ലല്. ഇവ കൊണ്ട് മലിനമായാൽ 7 തവണ കഴുകണം. അതിൽ 1 ശുദ്ധിയായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. നജസിൻ്റെ തടിയുണ്ടെങ്കിൽ അത് ആദ്യം നീക്കിയിരിക്കണം. അതിനായി പല പ്രാവശ്യം കഴുകേണ്ടി വന്നാലും അത് 1 തവണയായി മാത്രമേ പരിഗണിക്കുകയുള്ളൂ. 2 മുതവസ്സിത്ത്, മലം, മൂത്രം, രക്തം, ചലം, ഛർദ്ദിച്ചത്, മദീ, വദീ. മനുഷ്യൻ, മത്സ്യം, ജറാദ് അഥവാ വെട്ടുകിളി ഇവ അല്ലാത്തതിൻ്റെ ശവം, ലഹരിദ്രാവകങ്ങൾ മുതലായവ മുതവസ്സിത്തായ നജസ്സുകളാണ്. അവ കൊണ്ട് മലിനമായത് നജസിൻ്റെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നതുവരെ കഴുകണം. പ്രയാസപ്പെട്ടു കഴുകിയിട്ടും നിറമോ മണമോ രണ്ടിലൊന്ന് നീങ്ങിയില്ലെങ്കിൽ വിരോധമില്ല. നിറം, മണം എന്നിവ രണ്ടും കൂടിയോ രുചി മാത്രമോ നീങ്ങുന്നില്ലെങ്കിൽ ശുദ്ധിയാവാകുന്നതല്ല. എന്നാൽ
മുറിച്ചു കളഞ്ഞാൽ മാത്രമേ നീങ്ങൂ എന്ന അവസ്ഥയിൽ അത് പൊറുക്കപ്പെടുന്നതാണ്. വെള്ളം 2 കുലത്തിൽ കുറവാണെങ്കിൽ അതിൽ ഇട്ടു കഴുകാവുന്നതല്ല. വെള്ളം അതിന്മേൽ ഒഴിച്ചു കഴുകണം. 3. മുഹഫഫ്. പാലല്ലാതെ ഒന്നും കഴിക്കാത്ത 2 വയസ്സ് തികയാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് മുഹഫഫായ നജസ്. അതുകൊണ്ട് മലിനമായാൽ മൂത്രം ആയ മുഴുവൻ സ്ഥലത്തും എത്തും വിധം മൂത്രത്തെക്കാൾ കൂടുതൽ വെള്ളം കുടഞ്ഞാൽ മതി, കഴുകേണ്ടതില്ല. ഭൂമിയിൽ മൂത്രം പോലുള്ള നേസായാൽ അത് വറ്റിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് മൂടുന്ന നിലക്ക് വെള്ളം ഒഴിച്ചാൽ മതി. വറ്റിയിട്ടില്ലെങ്കിൽ അതിനെ നീക്കിയ ശേഷം വെള്ളം ഒഴിക്കണം. പാഠം 5. മാ യോഫ മിന നജാസാത്ത്. നദീറിൻ്റെ 16 വയസ്സുള്ള ജ്യേഷ്ഠൻ മുഖക്കുരുണ്ടായിരുന്നു. അത് പൊട്ടി രക്തം പുറത്തേക്ക് വന്നു. നദീർ ഉസ്താദിനോട് ചോദിച്ചു, രക്തം നജസല്ലേ? സാരമില്ല. ഉസ്താദ് മറുപടി പറഞ്ഞു, ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവിയുടെ രക്തം, ചോരക്കുരു, മുഖക്കുരു മുതലായവയുടെ രക്തം അവൻ്റെ പ്രവൃത്തി കൊണ്ടല്ലെങ്കിൽ എത്ര കൂടുതലുണ്ടെങ്കിലും പൊറുക്കപ്പെടും. അവൻ്റെ പ്രവൃത്തി കൊണ്ടാണെങ്കിൽ കുറഞ്ഞത് മാത്രമേ പൊറുക്കപ്പെടുകയുള്ളൂ. തരിമൂക്ക് പൊട്ടി ഒലിച്ച രക്തം, ഹൈദ് രക്തം, മുഅല്ലഖല്ലാത്ത അന്യരക്തം മുതലായവയിൽ നിന്ന് കുറഞ്ഞത് പൊറുക്കപ്പെടും. വഴിയിൽ നജസാണെന്ന് ഉറപ്പുള്ള ചെളിയിൽ നിന്ന് കുറഞ്ഞതും പൊറുക്കപ്പെടും. കുറവും കൂടുതലും കണക്കാക്കിയാൽ പതിവനുസരിച്ചാണ്. മലിനമാവാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു വസ്തു മലിനമാണെന്ന് ഉറപ്പില്ലെങ്കിൽ അത് ശുദ്ധിയുള്ളതായി കണക്കാക്കണം. ഉദാഹരണം, കുട്ടികളുടെ വസ്ത്രം, അവരുടെ വായിൽ നിന്ന് ഒലിക്കുന്ന കേല, അവർ ഉപയോഗിക്കുന്ന മറ്റു വസ്തുക്കൾ. നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നവൻ്റെ വസ്ത്രത്തിലോ മറ്റോ പൊറുക്കപ്പെടാത്ത നേസ് കാണുന്നവൻ അവനെ അറിയിക്കൽ. പാഠം 6. അൽ വുളൂ. നിസ്കാരം ശരിയാവാൻ വുളൂ വേണമല്ലോ. എല്ലാം പരിപൂർണമായ രീതിയിൽ നാം ചെയ്ത് ശീലിക്കുകയും വേണം. വുളൂവിൻ്റെ ഷർത്തുകളും ഫർളുകളും മുൻ ക്ലാസ്സുകളിൽ നാം ഗ്രഹിച്ചിട്ടുണ്ട്. അതിന് ധാരാളം സുന്നത്തുകളും ഉണ്ട്. അവ വുളൂവിൻ്റെ പരിപൂർണതയ്ക്ക് അത്യാവശ്യമാണ്. അവ നമുക്ക് പഠിക്കാം. ഖിബലക്ക് മുന്നിടുക, വുളൂവിൻ്റെ സുന്നത്തിന് ഞാൻ വീട്ടിൽ നിന്ന് കരുതുക, ഔദും ബിസ്മിയും 2 ഷഹാദത്ത് കലിമയും അൽഹംദുലില്ലാഹി ലദീ ജഅലൽ മാ തഹൂറ എന്നും ചൊല്ലിക്കൊണ്ട് മുൻകൈ 2ഉം ഒപ്പം കഴുകൽ, മിസ്വാക്ക് ചെയ്യൽ, വായിൽ വെള്ളം കുപ്പിളിക്കലും അതോടൊപ്പം മൂക്കിൽ വെള്ളം കയറ്റി പുറത്തേക്ക് കളയുകയും ചെയ്യൽ, തല മുഴുവൻ തടവൽ, വീണ്ടും വെള്ളമെടുത്ത് ചെവി 2ഉം ഒന്നിച്ച് ഉള്ളും പുറവും തടവൽ, മുഖവും കൈകാലുകളും കയറ്റി കഴുകൽ, തിങ്ങിയ താടിയുടെ ഉള്ളു കഴുകൽ, കൈകാൽ വിരലുകൾ വിടർത്തി കഴുകൽ, എല്ലാം 3 പ്രാവശ്യം ചെയ്യൽ. സംസാരിക്കാതിരിക്കൽ, തുടർച്ചയായി ചെയ്യൽ, അവയവങ്ങൾ തേച്ചു കഴുകൽ, മടമ്പ്, പീളക്കുരു മുതലായവ സൂക്ഷിച്ചു കഴുകൽ, വുളൂവിൻ്റെ ബാക്കിയുള്ള വെള്ളത്തിൽ നിന്നും അല്പം കുടിക്കൽ. വുളൂവിൻ്റെ ഉടനെ 2 കൈയും കണ്ണും മേലോട്ട് ഉയർത്തി 2 ഷഹാദത്ത് കലിമയും ദുആവും കൊണ്ടുവരൽ എന്നിവയെല്ലാം സുന്നത്തുകളിൽപ്പെട്ടതാണ്. ഈ ദുആ നിങ്ങൾ മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ. 3 പ്രാവശ്യത്തിൽ കൂടുതലാക്കലും 3ൽ നിന്ന് ചുരുക്കലും നോമ്പുകാർ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യലും കറാഹത്താണ്. പല്ലിൽ അകലത്തിലും നാവിൽ നീളത്തിലുമാണ് മിസ്വാക്ക് ചെയ്യേണ്ടത്. അതിന് വിപരീതമായി ചെയ്യൽ കറാഹത്താണ്. എല്ലാ നിസ്കാരത്തിനും വുളൂഇനും ഖുർആൻ, ഹദീസ്, ശർഈയ ഇൽമ് എന്നിവയുടെ പാരായണത്തിനും വായ പകർച്ചയായ സമയത്തും ഉറങ്ങാൻ ഉദ്ദേശിക്കുമ്പോഴും ഉറക്കൽ നിന്ന് ഉണർന്നാലും മരണ ആസന്ന അവസരത്തിലും മിസ്വാക്ക് മുഅക്കദായ സുന്നത്താണ്. മിസ്വാക്ക് വായയെ ശുദ്ധിയാക്കാനുള്ളതാണ്, റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നതാണ്. മിസ്വാക്ക് ചെയ്തുകൊണ്ടുള്ള നിസ്കാരം അല്ലാത്തവയേക്കാൾ 70 ഇരട്ടി പ്രതിഫലമുള്ളതാണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അസ്സിവാക്കു മത്ഹറത്തുൽ ഫം മർളാത്തുൽ ലിറബ്ബ് അഷ്ശാഫിഈ. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, തഫ്ളലു സലാത്തുൽ ലതീ യുസ്താകു ലഹാ അലാ സലാത്തിൽ ലതീ ലാ യുസ്താകു ലഹാ 70 ളിഅഫ. പാഠം 7. അദ്ദിമാവു. സ്ത്രീകളുടെ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തങ്ങൾ 3 ഇനമാകുന്നു. 1. ഹൈള് അഥവാ ആർത്തവ രക്തം. ഗർഭാശയത്തിൻ്റെ അങ്ങേയറ്റത്തു നിന്നും ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്ന രക്തമാണ്. ഹൈലുണ്ടാകുന്ന ഏറ്റവും ചുരുങ്ങിയ പ്രായം 9 ചന്ദ്രവർഷമാകുന്നു. എന്നാൽ 9 വയസ്സ് തികയാൻ 16 ദിവസത്തിൽ താഴെയുള്ളപ്പോഴും രക്തം പുറപ്പെട്ടാൽ അത് ഹൈലായി പരിഗണിക്കപ്പെടും. ഹൈലിൻ്റെ ചുരുങ്ങിയ സമയം 1 ദിവസവും സാധാരണ 6-7 ദിവസവും കൂടിയാൽ 15 ദിവസവും ആകുന്നു. 2 ഹൈലിൻ്റെ ഇടയിൽ ശുദ്ധി കുറഞ്ഞത് 15 ദിവസമാണ്, കൂടിയാൽ എത്രയും ആവാം. 2. അന്നിഫാസ്. പ്രസവം കഴിഞ്ഞ ശേഷം 15 ദിവസം കഴിയും മുമ്പ്
പുറപ്പെടുന്ന രക്തമാണ്. അതിനുശേഷം പുറപ്പെട്ടാൽ അത് ഹൈളാണ്. നിഫാസിൻ്റെ ഏറ്റവും കുറഞ്ഞ സമയം 1 സെക്കൻഡും സാധാരണ 40 ദിവസവും കൂടിയാൽ 60 ദിവസവുമാകുന്നു. 3. അൽ ഇസ്തിഹാദത്തു. ഹൈലിൻ്റെയോ നിഫാസിൻ്റെയോ സമയത്തല്ലാതെ ഉണ്ടാകുന്ന രക്തമാണത്. അത് കാരണമായി നിസ്കാരമോ നോമ്പോ അനുഷ്ഠിക്കാതിരിക്കാൻ പാടുള്ളതല്ല. ഹൈലോ നിഫാസോ ഉള്ള അവസരം നിസ്കാരം, നോമ്പ്, സുജൂദ്, തവാഫ്, മുസ്ഹഫ് തൊടൽ, ചുമക്കൽ, ഖുർആൻ ഓതൽ, പള്ളിയിൽ താമസിക്കൽ, സംയോഗം, മുട്ടുപൊക്കലിനിടയിൽ ഇണങ്ങിച്ചേരൽ മുതലായവയും അവരെ തലാക്ക് ചെല്ലലും ഹറാമാണ്. ഹജ്ജിന് ഇഹ്റാം ചെയ്തവൾ തവാഫ് അല്ലാത്തവയെല്ലാം നിർവഹിക്കണം. തവാഫ് ശുദ്ധിയായ ശേഷം ചെയ്യുകയും വേണം. പാഠം 8. അത്തയമ്മുമു. കയ്യിൽ മുറിവുണ്ട്, നിസ്കരിക്കാൻ പറ്റില്ല, ഇങ്ങനെ പറഞ്ഞു അലസരായിരിക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? വെള്ളം ലഭിക്കാത്തത് കൊണ്ടോ ഉപയോഗിക്കാൻ കഴിയാത്തത് കാരണമോ നിസ്കാരം ഒഴിവാക്കാൻ കഴിയില്ല. കുളിക്കും ഉളൂഇനും പകരമായി തയമ്മും ചെയ്യണം. അത് വാജിബാണ്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം വജുഇലത് ലനൽ അർളു കുല്ലുഹാ മസ്ജിദ വജുഇലത് തുർബത്തുഹാ ലനാ തഹൂറൻ ഇദാ ലം നജ്ദിൽ മാ. മുസ്ലിം. തയമ്മും സഹിയാകാൻ 4 ഷർത്തുകളുണ്ട്. 1. സമയമാവുക. സമയം നിർബന്ധമാക്കപ്പെട്ട നിസ്കാരത്തിന് മാത്രമാണ് ഈ ഷർത്ത്. 2. തഹൂറായ പൊടിമണ്ണ് കൊണ്ടായിരിക്കുക. 3. വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കുക. 4. തയമ്മുമിന് മുമ്പ് ശരീരത്തിലെ നജസ് നീക്കുക. തയമ്മുമിൻ്റെ ഫർളുകൾ 6 ആകുന്നു. 1. നിയ്യത്ത്. ഫർള് നിസ്കാരം ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു എന്ന് കരുതുക. ഇപ്രകാരം നിയ്യത്ത് ചെയ്താൽ ഫർള് നിസ്കാരവും സുന്നത്തും മയ്യത്ത് നിസ്കാരവും എല്ലാം നിർവഹിക്കാം. അശുദ്ധി ഉയർത്തുന്നു എന്ന് നിയ്യത്ത് മതിയാവുകയില്ല. 2. മണ്ണടിച്ചെടുക്കൽ. മണ്ണടിച്ചെടുക്കുമ്പോൾ തന്നെ നിയ്യത്ത് ചെയ്യുകയും മുഖം തടവുന്നതുവരെ അത് മനസ്സിൽ ഉണ്ടായിരിക്കുകയും വേണം. 3. മുഖം തടവൽ. 4. 2 കൈയും മുട്ടുൾപ്പെടെ തടവൽ. 5. തർത്തീബ്. 6. 2 അടി കൊണ്ടായിരിക്കൽ. ഒരു തേമും കൊണ്ട് ഒരു തേമും കൊണ്ട് ഫർള് ഒന്ന് മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ. ഫർള് കിഫായ, സുന്നത്ത് എന്നിവ എത്രയും നിസ്കരിക്കാം. 2ാമത്തെ അടിയിൽ മോതിരം ഊരിവെക്കൽ വാജിബാണ്. മുറിവുകൾക്ക് തേമം ചെയ്യുമ്പോൾ മുറിവില്ലാത്ത സ്ഥലം പരമാവധി കഴുകണം. നീക്കൽ പ്രയാസമായ മറയുണ്ടെങ്കിൽ അതിൻ്റെ മേൽ വെള്ളം കൊണ്ട് തടവുകയും വേണം. ഒരവയവത്തിൻ്റെ കഴുകലും തേമം ചെയ്യലും കഴിഞ്ഞിട്ടേ അതിന് ശേഷമുള്ള അവയവം കഴുകാൻ പാടുള്ളൂ. മുറിവുള്ള ഓരോ അവയവത്തിനു വേണ്ടിയും ഓരോ തേമം ചെയ്യണം. 2 കൈയും 2 കാലും ഒരേ അവയവമായാണ് പരിഗണിക്കുക. ആദ്യത്തിൽ ബിസ്മി ചൊല്ലല്, മുഖം മേൽഭാഗം മുതൽ കൈവിരലുകളുടെ തല മുതലും തടവൽ ആരംഭിക്കൽ തുടരെ ചെയ്യലും സുന്നത്താണ്. ഉളു മുറിയുന്ന കാര്യങ്ങൾ കൊണ്ട് മുർത്തദ്ദാവൽ കൊണ്ടും വെള്ളം ഇല്ലാത്തതിന് വേണ്ടി ചെയ്ത തയമ്മും വെള്ളം ലഭിക്കൽ കൊണ്ടും ബാത്തിലാകും. പാഠം 9. അൽ ആദാൻ വൽ ഇഖാമ. 5 വക്ത് നിസ്കാരങ്ങൾക്ക് പുരുഷൻ ബാങ്കും ഇക്കാമത്തും സുന്നത്താണ്. സ്ത്രീകൾക്ക് ഇക്കാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ. ഒറ്റക്ക് നിസ്കരിക്കുന്നവനും അവ സുന്നത്താണ്. ജമാഅത്ത് നിസ്കാരത്തിന് ഒരാൾ മാത്രമേ ബാങ്ക് വിളിച്ചാൽ മതി. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹളറത്തി സ്വലാത്തു ഫൽയുഅദ്ദിൻ ലക്കും അഹദുക്കും. മുത്തഫഖുൻ അലൈഹി. ജമാഅത്തിന് വേണ്ടിയുള്ള ബാങ്ക് ഒരാളെയെങ്കിലും കേൾപ്പിക്കണം. ഖളാ ആയ പല നിസ്കാരങ്ങൾ തുടർച്ചയായി നിർവഹിക്കുകയാണെങ്കിൽ 1ാമത്തേതിന് ബാങ്കും ഇഖാമത്തും, മറ്റുള്ളവർക്ക് ഇഖാമത്ത് മാത്രവുമാണ് സുന്നത്ത്. സുബ്ഹ്, ജുമുഅ എന്നിവയ്ക്ക് 2 ബാങ്ക് സുന്നത്തുണ്ട്. നിസ്കാരങ്ങളുടെ ജമാഅത്തിന് അസ്സലാത്തു ജാമിഅ എന്ന് വിളിക്കൽ സുന്നത്താണ്. മുസ്ലിമാവുക, വകതിരിവുള്ളവനാവുക, സമയമാവുക, പദങ്ങളുടെ ഇടയിൽ തുടർച്ച ഉണ്ടാവുക, തർത്തീബാക്കുക, ജമാഅത്തിനാണെങ്കിൽ ജഹ്റാക്കുക മുതലായവ ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഷർത്തുകളാണ്. ശുദ്ധി ഉണ്ടാവുക, നിൽക്കുക, ഖിബ്ലക്ക് മുന്നിടുക, ഹയ്യ അല സ്വലാഹിൽ വലതുഭാഗത്തേക്കും ഹയ്യ അലൽ ഫലാഹിൽ ഇടതുഭാഗത്തേക്കും മുഖം തിരിക്കുക മുതലായവ സുന്നത്താണ്. ബാങ്കിൽ 2 കലിമത്തു ഷഹാദത്ത് ഉച്ചത്തിൽ പറയും മുമ്പ് പതുക്കെ ഈ രണ്ടും പതുക്കെ 2 പ്രാവശ്യം പറയലും സുബ്ഹിൻ്റെ ബാങ്കിൽ ഹയ്യാലകൾക്ക് ശേഷം അസ്സലാത്തു ഖൈറും മിനന്നൗം എന്ന് 2 പ്രാവശ്യം പറയലും സുന്നത്താണ്. ബാങ്കും ഇക്കാമത്തും കേൾക്കുന്നവർ അതുപോലെ പറയൽ സുന്നത്താണ്. എന്നാൽ ഹയ്യാലാത്തുകളിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അളീം എന്നും ഇക്കാമത്തിൻ്റെ 2 കലിമത്തുകളിൽ അഖാമഹ അല്ലാഹു അദാമഹ
വജഅലനി മിൻ സ്വാലിഹി അഹ്ലിഹ എന്നും അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്നതിൽ സദഖ്ത വ ബരിർത എന്നുമാണ് പറയേണ്ടത്. ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും മുമ്പും ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്തും സലാമും ചൊല്ലൽ സുന്നത്താണ്. അവ രണ്ടിൻ്റെയും ശേഷം അവ കൊടുത്തവർക്കും കേട്ടവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്തും സലാമും ചൊല്ലലും ദുആഉം സുന്നത്താണ്. ദുആ നമുക്കറിയാമല്ലോ. തക്ബീറുകളുടെ റാഇന് സുക്കൂൻ ചെയ്യലും ബാങ്കിന്റെ പദങ്ങൾ ഒറ്റയായും ഇഖാമത്തിന്റെ പദങ്ങൾ രണ്ടെണ്ണം ചേർത്തും പറയലും സുന്നത്താണ്. പാഠം 10 അർക്കാനു സലാത്തി വസുന്നനുഹ. നിസ്കാരത്തിൽപ്പെട്ടതും അതില്ലാതെ നിസ്കാരം സഹീഹാവാത്തതുമായ കാര്യങ്ങൾക്കാണ് അർക്കാനുസ്സലാ. അവ കൂടാതെ നിരവധി സുന്നത്തുകളും നിസ്കാരത്തിനുണ്ട്. ഫറലുകൾ 14 1 നിയ്യത്ത്. ഫർള് നിസ്കാരത്തിൻ്റെ നിയ്യത്തിൽ ഞാൻ നിസ്കരിക്കുന്നു എന്നും ഇന്ന നിസ്കാരമാണെന്നും ഫർളാണെന്നും കരുതൽ നിർബന്ധമാണ്. മുത്തലക്കല്ലാത്ത സുന്നത്ത് നിസ്കാരത്തിൽ ഞാൻ നിസ്കരിക്കുന്നു എന്നും ഇന്ന നിസ്കാരമാണെന്നും കരുതണം. മുത്തലക്കായ സുന്നത്ത് നിസ്കാരത്തിൽ ഞാൻ നിസ്കരിക്കുന്നു എന്ന് മാത്രം കരുതിയാൽ മതി. റക്അത്തുകളുടെ എണ്ണം, അദാ, ഖളാ എന്നിവ വെളിവാക്കലും കിബിലക്ക് മുന്നിട്ട് അള്ളാഹുവിനു വേണ്ടി എന്നിവ കരുതലും നിയ്യത്ത് ഉച്ചരിക്കലും സുന്നത്താണ്. പൂർണ്ണമായ നിയ്യത്ത് ഉസല്ലി ഫർള സുബ്ഹി റക്അത്തൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാ ലില്ലാഹി തആല. ഉസല്ലി സുന്നത്ത സുബ്ഹി അൽ ഖബ്ലിയ്യത റക്അത്തൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാ ലില്ലാഹി തആല. ഉസല്ലി സുന്നത്ത ഈദിൽ ഫിത്രി റക്അത്തൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാ ലില്ലാഹി തആല. പാഠം 11 തക്ബീറത്തുൽ ഇഹ്റാം. 2 നിയ്യത്തോടുകൂടി അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുക. തക്ബീറോടുകൂടി 2 മുൻകൈയും ഇരു ചുമലുകളുടെ നേരെ ഉയർത്തുക. തക്ബീറിന് ശേഷം അവ രണ്ടും താഴ്ത്തി വലത് കൈകൊണ്ട് ഇടത് കൈയിൻ്റെ മണിബന്ധം പിടിച്ച് നെഞ്ചിൻ്റെ താഴെയും പൊക്കിളിൻ്റെ മീതെയും വെക്കുക. ഇവ സുന്നത്താകുന്നു. റുക്കൂയിലേക്ക് കുനിയുമ്പോഴും അതിൽ നിന്ന് ഉയരുമ്പോഴും ഒന്നാം തശഹുദിൽ നിന്ന് ഉയരുമ്പോഴും ഇപ്രകാരം കൈ രണ്ടും ഉയർത്തൽ സുന്നത്താണ്. നിസ്കാരത്തിൽ ഭയഭക്തി ഉണ്ടായിരിക്കൽ, സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് തന്നെ നോക്കൽ, മുമ്പിൽ മറയുണ്ടായിരിക്കൽ ഇവയെല്ലാം സുന്നത്താണ്. 3 ഖിയാം. നിൽക്കാൻ കഴിവുള്ളവൻ ഫർള് നിസ്കാരത്തിൽ നിൽക്കൽ, കഴിയാത്തവൻ ഇരിക്കണം എന്നും അതിനും കഴിയാത്തവൻ ചെരിഞ്ഞു കിടക്കണം, അതിനും കഴിയാത്തവർ മലർന്നു കിടക്കണം. നിന്ന് ഇരുന്നും നിസ്കരിക്കുന്നവൻ നെഞ്ചുകൊണ്ടും ചെരിഞ്ഞു കിടക്കുന്നവൻ മുഖവും ശരീരത്തിൻ്റെ മുൻഭാഗവും എന്നിവ കൊണ്ടും മലർന്നു കിടക്കുന്നവൻ മുഖം കൊണ്ടും കിബിലക്ക് മുന്നിടണം. മലർന്നു കിടക്കുന്നവൻ മുഖം കിബിലയിലേക്കാവാൻ വേണ്ടി തലയണ പോലുള്ളത് വെക്കൽ വാജിബാണ്. കാരണമില്ലാതെ ഇടതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കൽ കറാഹത്താണ്. ഫർള് അല്ലാത്ത നിസ്കാരം നിൽക്കാൻ കഴിയുന്നവർക്കും ഇരുന്നും ചെരിഞ്ഞും കിടന്നും നിസ്കരിക്കാം. എന്നാൽ പ്രതിഫലം പകുതിയായി കുറയും. നൃത്തത്തിൽ കാലുകൾ ഒരു ചാൺ വിടർത്തി വെക്കൽ സുന്നത്താണ്. ചേർത്ത് വെക്കലും ഒരു കാൽ മുന്തിച്ചു വെക്കലും കാരണമില്ലാതെ ചാരി നിൽക്കലും കറാഹത്താണ്. പാഠം 12 ഖിറാഅത്തുൽ ഫാത്തിഹത്തി. 4 എല്ലാ റക്അത്തുകളിലും ഫാത്തിഹ ഓതൽ. എന്നാൽ ഇമാമിനോടൊപ്പം ഫാത്തിഹ ഓതാൻ സമയം ലഭിക്കാത്തവർക്ക് വിട്ടുവീഴ്ചയുണ്ട്. ബിസ്മി ഫാത്തിഹയിൽപ്പെട്ടതാണ്. ഷദ്ദുകൾ, മദ്ദുകൾ, ഹർഫുകൾ, മഖ്റജുകൾ, തർത്തീബ്, മുവാലാത്ത് എന്നിവയെല്ലാം സൂക്ഷിച്ചോതൽ നിർബന്ധമാണ്. ഫാത്തിഹയുടെ മുമ്പ് ഔദുവും അതിനു മുമ്പ് ഒന്നാം റക്അത്തിൽ വജ്ഹത്തു ഓതുക. ഫാത്തിഹ കഴിഞ്ഞ ഉടനെ ആമീൻ പറയുക. ഓരോ ആയത്തിൻ്റെയും അവസാനം വഖഫ് ചെയ്യുക. ആദ്യത്തെ 2 റക്അത്തുകളിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതുക. ഇവയെല്ലാം സുന്നത്താണ്. ഫാത്തിഹ മറ്റു കൗലിയായ ഫർളുകൾ എന്നിവ സ്വന്തം ശരീരത്തെ കേൾപ്പിക്കൽ നിർബന്ധമാണ്. വെള്ളിയാഴ്ച രാവ് ഇശായിലും ജുമായിലും സൂറത്തുൽ ജുമാ, സൂറത്തുൽ മുനാഫിഖൂൻ അല്ലെങ്കിൽ സൂറത്തുൽ ഔല, സൂറത്തുൽ ഗാശിയ ഓതുക. വെള്ളിയാഴ്ച സുബ്ഹിയിൽ സൂറത്തുൽ സജദ, സൂറത്തുൽ ദഹർ ഓതുക. വെള്ളിയാഴ്ച രാവ് മഗ്രിബിൽ സൂറത്തുൽ കാഫിറൂൻ, സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. ഇവ സുന്നത്താകുന്നു. ഫാത്തിഹയുടെ ഇടയിൽ നിസ്കാരവുമായി ബന്ധമില്ലാത്ത ദിക്റുകൾ കൊണ്ട് വരികയോ കാരണമില്ലാതെ ദീർഘമായ മൗനം പാലിക്കുകയോ ചെയ്താൽ ഫാത്തിഹ മടക്കി ഓതൽ നിർബന്ധമാണ്. പാഠം 13 അർ-റുക്കൂ. 5 റുക്കൂ ചെയ്യൽ. 2 ഉള്ളൻ കൈ 2 മുട്ടിൻ കാലിൽ എത്തുന്ന നിലക്ക് കുനിയലാണ് റുക്കൂ. കുനിയൽ മറ്റുദ്ദേശത്തിനാവാതിരിക്കൽ വാജിബാണ്.
കാൽമുട്ടി പിടിക്കുക, മുതുകും പിരടിയും സമമാക്കുക, സുബ്ഹാൻ റബ്ബിയൽ അലീം വബിഹംദി എന്ന് 3 തവണ ചൊല്ലുക. പുരുഷൻ 2 കൈമുട്ട് അവൻ്റെ 2 ഭാഗത്തെ വിട്ട് റുക്കൂയിലും സുജൂദിലും അകറ്റുക. സ്ത്രീ ചേർക്കുക. ഇവയെല്ലാം സുന്നത്താണ്. റുക്കൂയിൽ നിന്നുള്ള ഉയർച്ച അല്ലാത്ത എല്ലാ പോക്കുവരവുകളിലും തക്ബീർ ചെല്ലൽ, പോകുന്നതിലേക്കും എത്തുന്നവരെ തക്ബീറിനെ നീട്ടലും സുന്നത്താകുന്നു. ഇരുന്ന് നിസ്കരിക്കുന്നവൻ കാൽമുട്ടിൻ്റെ അപ്പുറത്തേക്ക് നെറ്റി നേരിടുന്ന നിലക്ക് കുനിയലാണ് റുക്കുവ. 6 ഇഅ്തിദാലും. റുക്കുവിൻ്റെ മുമ്പ് അവനുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് മടങ്ങലാണ് ഇഅ്തിദാൽ. ഇഅ്തിദാലിലേക്കുള്ള ഉയരൽ മറ്റു ഉദ്ദേശത്തോടുകൂടെ ആവാതിരിക്കൽ നിർബന്ധമാണ്. ഇഅ്തിദാലിലേക്ക് ഉയരുമ്പോൾ സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്നും ഇഅ്തിദാലിൽ റബ്ബനാ ലക്കൽ ഹംദു മിൽഅസ് സമാവാതി വമിൽഅൽ അർളി വമിൽഅ മാ ശിഇത മിൻ ഷൈഇൻ ബഅദ് എന്നും ചൊല്ലൽ സുന്നത്താണ്. സുബ്ഹി നിസ്കാരത്തിലും റമളാനിൽ അവസാന പകുതിയിൻ്റെ വിത്റിലും അവസാനത്തെ ഇഅ്തിദാലിലും ഖുനൂത്ത് ഓതൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുനിയാവ് വിട്ടുപിരിയുന്നത് വരെ സുബ്ഹി നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതുന്നവരായിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. പാഠം 14. അസ്സുജൂദ് മറത്തൈനി. 2 വട്ടം സുജൂദ് ചെയ്യൽ. ഓരോ റക്അത്തിലും ഈ 2 സുജൂദ് ചെയ്യണം. 2 കാൽമുട്ടുകൾ, 2 മുൻകൈകളുടെ പള്ള, നെറ്റി, 2 കാൽവിരലുകളുടെ പള്ള ഇവ നിലത്ത് വെക്കൽ വാജിബാണ്. സുജൂദിലേക്കുള്ള കുനിയൽ മറ്റു ആവശ്യത്തിന് ഇല്ലാതിരിക്കുക. നെറ്റിയിൽ മറയില്ലാതിരിക്കുക. തലയുടെ ഭാരം നിലത്തൂന്നുക. തലയേക്കാൾ ചന്തി ഉയരുക. 7 അവയവങ്ങളും ഒരേ സമയത്ത് നിലത്ത് ഉണ്ടായിരിക്കുക എന്നിവ നിർബന്ധമാണ്. മൂക്ക് നിലത്ത് വെക്കുക. മുൻകൈ ചുമലിൻ്റെ നേരെ വിരലുകൾ നിവർത്തി കിബിലക്ക് മുന്നിടിച്ചു വെക്കുക. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് 3 തവണ ചൊല്ലുക എന്നിവ സുന്നത്തുകളുമാകുന്നു. അൽ ജുലൂസു. 8. അൽ ജുലൂസു ബൈന സജദത്തൈനി. 2 സുജൂദിൻ്റെ ഇടയിൽ ഇരിക്കൽ. അവസാനത്തെ അത്തഹിയാത്തിനുള്ള ഇരുത്തം ഒഴിച്ചുള്ള നിസ്കാരത്തിലെ എല്ലാ ഇരുത്തത്തിലും ഇഫ്തിറാഷിൻ്റെ ഇരുത്തമാണ് സുന്നത്ത്. അവസാനത്തെ അത്തഹിയാത്തിൽ തവറുക്കിൻ്റെ ഇരുത്തമാണ് സുന്നത്ത്. എന്നാൽ സഹവിൻ്റെ സുജൂദ് ഉണ്ടെങ്കിൽ അവിടെയും ഇഫ്തിറാഷ് തന്നെയാണ് സുന്നത്തുള്ളത്. കൈവിരലുകൾ പരത്തി കാൽമുട്ടിയോട് അടുത്ത് തുടയിൽ വെക്കലും റബ്ബി അഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി എന്ന് ചൊല്ലലും സുന്നത്താണ്. ഇടയിൽ ഇരുത്തം ഇഅ്തിദാലിലും ഖസീറായ ഫർളുകളാണ്. കൂടുതൽ നീട്ടാൻ പറ്റില്ല. 9. അത്തുമനീനത്തു. റുക്കൂ, ഇഅ്തിദാൽ, 2 സുജൂദ്, ഇടയിൽ ഇരുത്തം ഇവയിൽ ചലനങ്ങൾ അടങ്ങൽ. പാഠം 15. അത്തശഹുദുൽ അഖീറു. 10. ഒടുവിലെ തശഹുദ് ഓതൽ. ഹർഫുകൾ, ഷദ്ദുകൾ എന്നിവ സൂക്ഷിച്ചു തുടർച്ചയായി ഓതൽ നിർബന്ധമാണ്. 2 റക്അത്തിൽ കൂടുതലുള്ള നിസ്കാരത്തിൽ 2 റക്അത്ത് പൂർത്തിയായാൽ അത്തഹിയാത്തും നബിയുടെ മേൽ സലാത്തും സുന്നത്താണ്. 11. അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ തശഹുദിൽ അഖീർ. ഒടുവിലെ അത്തഹിയാത്തിനു ശേഷം നബിയുടെ മേൽ സലാത്ത് ചെല്ലൽ. ഇതിനു ശേഷം നബിയുടെ കുടുംബത്തിൻ്റെ മേൽ സലാത്തും ശേഷം ദുആവും സുന്നത്താകുന്നു. ഇബ്രാഹിമ സലാത്താകുന്നു ഉത്തമം. 12. അൽ ഖുഊദു ലി തശഹുദിൽ അഖീർ വസ്സലാത്തി വസ്സലാം. ഒടുവിലെ തശഹുദിനും സലാത്തിനും സലാമിനു വേണ്ടി ഇരിക്കൽ. 2 തശഹുദിൻ്റെ ഇരുത്തത്തിലും കൈകാലുകൾ മുട്ടോടടുത്ത് തുടയിൽ വെക്കുക. വലത് കൈ ചൂണ്ടുവിരൽ നിവർത്തി അതിൻ്റെ മുരട്ടിൽ തള്ളവിരൽ വെക്കുക. മറ്റു വിരലുകൾ മടക്കുക. ഇല്ലല്ലാ എന്നതിലെ ഹംസ ഉച്ചരിക്കുമ്പോൾ ചൂണ്ടുവിരൽ ഉയർത്തുക. അതുമുതൽ ആ വിരലിലേക്ക് നോക്കുക. സലാം വരെ അല്ലെങ്കിൽ എഴുന്നേൽക്കും വരെ ആ വിരൽ ഉയർത്തി തന്നെ വെക്കുക. ഇവയെല്ലാം സുന്നത്തുകളാകുന്നു. 13. അത്തസ്ലീമത്തുൽ ഊല. 1-ാം സലാം വീട്ടൽ. സലാമിൽ വറഹ്മത്തുള്ള എന്ന് കൂടി പറയുക. 2-ാം സലാം വിട്ടുക. 1-ാം സലാമിൽ വലതുഭാഗത്തേക്കും 2-ാം സലാമിൽ ഇടതുഭാഗത്തേക്കും മുഖം മാത്രം തിരിക്കുക. ഇവ സുന്നത്താണ്. 14. അത്തർത്തീബു. വഴിക്ക് വഴിയായി ചെയ്യൽ. ഈ 14 ഫർദുകളിൽ നിന്ന് നിയ്യത്ത് കൽബിയും തക്ബീറത്തുൽ ഇഹ്റാം, ഫാത്തിഹ, തശഹുദ്, സലാത്ത്, സലാം എന്നിവ ഖൗലിയും ബാക്കിയുള്ള 8 ഫർദുകൾ ഫിഅലിയുമാകുന്നു. പാഠം 16. സുനനുസ്സലാം. നിസ്കാരത്തിൻ്റെ സുന്നത്തുകൾ 2 വിധമാകുന്നു. അബ്ആദ്, ഹൈആത്ത്. അബ്ആദ് സുന്നത്തുകൾ ആകുന്നു. 1. ആദ്യത്തെ തശഹുദ് ഓതൽ. 2. ആദ്യത്തെ തശഹുദിന് ശേഷം നബിയുടെ മേൽ സലാത്ത് ചെല്ലൽ. 3. തശഹുദിനും സലാത്തിനു വേണ്ടി ഇരിക്കൽ. 4. കുനൂത്ത് ഓതൽ. 5. കുനൂത്തിന് ശേഷം നബിയുടെ കുടുംബത്തിൻ്റെ മേൽ സലാത്ത് ചെല്ലൽ. 6. കുനൂത്തിനും സലാത്തിനും വേണ്ടി നിൽക്കൽ. 7. ഒടുവിലെ തശഹുദിന് ശേഷം നബിയുടെ കുടുംബത്തിൻ്റെ മേൽ സലാത്ത് ചെല്ലൽ. ഇവയല്ലാത്തവ ഹൈആത്തുകളാണ്.
ഇവയിൽ പലതും നാം പഠിച്ചിട്ടുണ്ട്. അതുകൂടാതെയും ധാരാളം സുന്നത്തുകളുണ്ട്. അതിൽ പെട്ടതാണ് ജുമുഅ, തറാവിഹി, റമദാനിലെ വിത്തർ, ചന്ദ്രഗ്രഹണ നിസ്കാരം, പെരുന്നാൾ നിസ്കാരം, സുബ്ഹി എന്നിവയിലും മഗ്‌രിബ്, ഇശ എന്നിവയുടെ ആദ്യത്തെ 2 റക്അത്തുകളിലും ഇമാം ഉറക്കെ നിസ്കരിക്കുന്നവനും ഉറക്കെ ഓതൽ, മറ്റു നിസ്കാരങ്ങൾ പതുക്കെ ഓതൽ, ഇമാം കുനൂത്ത് ബഹുവചനമാക്കലും ഉച്ചത്തിൽ ഓതലും അതിലെ ദുആ വചനങ്ങൾക്ക് മഅ്മൂം ആമീൻ പറയലും സുന്നത്താണ്. എന്നാൽ ഇന്നക തഖ്ലി എന്നത് മുതൽ മഅ്മൂം ഓതേണ്ടതാകുന്നു. ഇവയെല്ലാം ഹൈആത്ത് സുന്നത്തുകളിൽ പെട്ടതാണ്. പാഠം 17 സലാത്തു തറാവിഹി. റമദാനിലെ ഓരോ രാത്രിയിലും പ്രത്യേകമായി നിർവഹിക്കുന്ന 20 റക്അത്ത് നിസ്കാരത്തിന് തറാവിഹ് എന്ന് പറയുന്നു. ഇശാ നിസ്കാരിച്ച ശേഷം സുബ്ഹി വരെയാണ് അതിൻ്റെ സമയം. ഇതിന് ഖിയാമു റമദാൻ എന്നും പേരുണ്ട്. എല്ലാ 2 റക്അത്തുകളിലും സലാം വീട്ടൽ വാജിബാണ്. തറാവി നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്നോ ഖിയാം റമദാൻ ഞാൻ നിസ്കരിക്കുന്നു എന്നോ നിയത്ത് ചെയ്യണം. പ്രതിഫലം ആഗ്രഹിച്ച് സത്യവിശ്വാസത്തോടെയും ഒരാൾ റമദാൻ മാസം രാത്രി നിസ്കരിച്ചാൽ അയാളുടെ കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നു, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി ഫി റമദാന 20 റക്അത്തൻ സിവൽ വിത്രി. തബറാനി, ബൈഹഖി. നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിൽ വിത്തർ കൂടാതെ 20 റക്അത്ത് നിസ്കരിക്കുന്നവരായിരുന്നു. തറാവി നിസ്കാരത്തിലും റമദാനിലെ വിത്തറിലും ജമാഅത്ത് സുന്നത്താണ്. പാഠം 18 സലാത്തുൽ ഈദൈനി. 2 പെരുന്നാൾ നിസ്കാരം ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകതയിൽ പെട്ടതാണ്. അത് 2 റക്അത്താകുന്നു. ഒന്നാമത്തെ റക്അത്തിൽ വജ്ഹത്ത് ഓതിയ ശേഷം 7 തക്ബീറും രണ്ടാമത്തെ റക്അത്തിൽ 5 തക്ബീറും ശബ്ദമുയർത്തി ചെല്ലൽ സുന്നത്താണ്. 2 തക്ബീറുകളുടെ ഇടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നു ചെല്ലലും തക്ബീറുകളിൽ കൈകൾ ചുമലിന് നേരെ ഉയർത്തലും സുന്നത്താണ്. നിസ്കാരത്തിൻ്റെ സമയം സൂര്യൻ ഉദിച്ച മുതൽ ളുഹർ വരെയാണ്. നിസ്കാരത്തിന് ശേഷം 2 ഖുതുബ സുന്നത്താണ്. ഒന്നാം ഖുതുബ 9 തക്ബീർ കൊണ്ടും രണ്ടാം ഖുതുബ 7 തക്ബീർ കൊണ്ടും തുടങ്ങലും പെരുന്നാൾ രാവ് സൂര്യൻ അസ്തമിച്ചത് മുതൽ പെരുന്നാൾ നിസ്കാരത്തിൽ പ്രവേശിക്കുന്നത് വരെ എല്ലാ സമയത്തും തക്ബീർ ചൊല്ലലും വലിയ പെരുന്നാളിന് അറഫ ദിവസം സുബ്ഹി മുതൽ ദുൽഹിജ്ജ 13 അസർ വരെ എല്ലാ നിസ്കാരങ്ങളുടെയും ഉടനെ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. പെരുന്നാൾ നിസ്കാരം പള്ളിയിൽ വെച്ച് നിർവഹിക്കലാണ് ശ്രേഷ്ഠം. കുളിക്കുക, ഭംഗിയുള്ള വസ്ത്രം ധരിക്കുക, സുഗന്ധം ഉപയോഗിക്കുക മുതലായവയും സുന്നത്താണ്. പാഠം 19 അൽ ഖസ്റു വൽ ജംഉ. ഹലാലായ ദീർഘയാത്രയിൽ ഖസ്റും ജംഉം ജായിസാണ്. ഖസ്ർ എന്നാൽ 4 റക്അത്തുള്ള നിസ്കാരം 2 ആക്കി ചുരുക്കി നിസ്കരിക്കലാണ്. ജം എന്നാൽ ളുഹർ, അസർ എന്നിവ 2-1 മഗ്‌രിബ്, ഇശ എന്നിവയെ 2-1 സമയത്ത് നിസ്കരിക്കലാണ്. ദീർഘയാത്ര 133 കിലോമീറ്റർ ആകുന്നു. ജംഇ 2 വിധമാണ്. 1 ജമ്മു തഖീർ, 2 ജമ്മു തഖ്ദീം. ളുഹർ അസറിൻ്റെയും മഗ്‌രിബ് ഇശാവിൻ്റെയും സമയത്ത് പിന്തിച്ച് നിസ്കരിക്കലാണ് ജമ്മു തഖീർ. അസർ ളുഹറിൻ്റെയും ഇശാ മഗ്‌രിബിൻ്റെയും സമയത്തേക്ക് മുന്തിച്ച് നിസ്കരിക്കലാണ് ജമ്മു തഖ്ദീം. തഖീറിൻ്റെ ജംഇന് 2 ഷർത്തുകളുണ്ട്. 1 ഒന്നാമത്തെ നിസ്കാര സമയം കഴിയും മുമ്പ് ജംഇനെ നിയ്യത്ത് ചെയ്യുക. 2 രണ്ടാമത്തെ നിസ്കാരം പൂർത്തിയാകുന്നത് വരെ യാത്രയിൽ തന്നെ ആയിരിക്കുക. ജമ്മു തഖ്ദീമിന് 4 ഷർത്തുകളുണ്ട്. 1 ഒന്നാമത്തെ നിസ്കാരത്തിൽ രണ്ടാമത്തേതിനെ ഞാൻ മുന്തിച്ചു ജമ്മാക്കുന്നു എന്ന് കരുതുക. 2 നിസ്കാരവും തർത്തീബായി നിർവഹിക്കുക. 3 രണ്ടും തുടർച്ചയായി തന്നെ നിസ്കരിക്കുക. 4 രണ്ടാമത്തെ നിസ്കാരം തുടങ്ങുമ്പോൾ യാത്രയിൽ തന്നെ ആയിരിക്കുക. ഖസറാക്കി നിസ്കരിക്കുമ്പോൾ നിയ്യത്തിൽ ഖസ്റിനെ കരുതലും പൂർത്തിയാക്കി നിസ്കരിക്കുന്നവനോട് തുടരാതിരിക്കലും നിസ്കാരം തീരുന്നതുവരെ യാത്രയിലായിരിക്കലും ഷർത്താണ്. പാഠം 20 സലാത്തുൽ ജുമഅ. നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് ജുമഅ നിസ്കാരം. മുക്കല്ലഫും സ്വതന്ത്രനും ജുമയുടെ മഹലിൽ താമസിക്കുന്നവരും ഉദറില്ലാത്തവനുമായ എല്ലാ പുരുഷനും ജുമഅ വാജിബാണ്. ഉദറുള്ളവർ ജുമയിൽ പങ്കെടുത്താൽ സ്ഥിര താമസക്കാരാണെങ്കിലും അവരെ പരിഗണിക്കപ്പെടും. ഒരു ഗ്രാമത്തിൽ മുക്കല്ലഫും സ്വതന്ത്രനും ഉദറില്ലാത്തവനും സ്ഥിരതാമസക്കാരുമായ 40 പുരുഷന്മാരുണ്ടായാൽ അവിടെ ജുമ നിലനിർത്തൽ നിർബന്ധമാണ്. ജുമ സഹിയാവാൻ ചില പ്രത്യേക ഷർത്തുകളുണ്ട്. 1 അർഹരായ 40 ആളുകളെ കൊണ്ടായിരിക്കുക. 2 മഹലിൻ്റെ അതിർത്തിക്കുള്ളിൽ പെട്ട സ്ഥലത്തായിരിക്കുക. 3 ഒന്നാം റക്അത്ത് ജമാഅത്തായി നടക്കുക. 4 മഹലിൽ ശരിയായ മറ്റൊരു ജുമ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് മൂങ്ങടക്കുകയോ
കൂടെയാവുകയോ ചെയ്യാതിരിക്കുക. 5 ളുഹറിൻ്റെ സമയത്താവുക. 6 2 ഖുതുബയുടെ ശേഷമായിരിക്കുക. ഉദറില്ലാത്തവർ ജുമാ കഴിയും മുമ്പ് ളുഹർ നിസ്കരിച്ചാൽ അത് സഹിഹാവുന്നതല്ല. അറിവില്ലാതെ നിസ്കരിച്ചതാണെങ്കിൽ സുന്നത്തായി പരിഗണിക്കപ്പെടും. കുട്ടികൾ, യാത്രക്കാർ, മറ്റു ജുമാ നിർബന്ധമില്ലാത്തവർ ജുമാ നിസ്കരിച്ചാൽ സഹിയാകുന്നതും ളുഹർ നിസ്കാരം ഒഴിവാകുന്നതുമാണ്. കുളിക്കുക, നല്ല വസ്ത്രം ധരിക്കുക, സുഗന്ധം ഉപയോഗിക്കുക, നേരത്തെ പോവുക, അൽ കഹ്ഫ് ഓതുക, സലാത്ത് അധികരിപ്പിക്കുക മുതലായവ സുന്നത്താണ്. പാഠം 21 അൽ ഖുതുബത്തു. ജുമയുടെ ഖുതുബക്ക് ചില ഫർളുകളും ഷർത്തുകളും സുന്നത്തുകളും ഉണ്ട്. ഷർത്തുകൾ: 1. ജുമയുടെ അഹ്ലുകാരായ 40 ആളുകളെ കേൾപ്പിക്കുക. 2. അറബി ഭാഷയിലായിരിക്കുക. 3. കഴിവുള്ളവൻ നിൽക്കുക. 4. ഔറത്ത് മറക്കുക. 5. ശുദ്ധി ഉണ്ടായിരിക്കുക. 6. 2 ഖുതുബയുടെ ഇടയിൽ ഇരിക്കുക. 7. തുടർച്ചയായിരിക്കുക. 8. ളുഹറിൻ്റെ സമയത്തായിരിക്കുക. 9. ഖതീബ് പുരുഷനായിരിക്കുക. മറ്റു ഖുതുബകൾക്ക് പുരുഷനായിരിക്കലും അറബിയിലായിരിക്കലും മാത്രമേ ഷർത്തുള്ളൂ. ഖുതുബയുടെ ഫർളുകൾ: 1. അള്ളാഹുവിനെ സ്തുതിക്കുക. 2. നബിയുടെ പേര് പറഞ്ഞുകൊണ്ട് സലാത്ത് ചെല്ലൽ. ഇവ രണ്ടും ഹംദിൻ്റെയും സലാത്തിൻ്റെയും ലഫ്ള് കൊണ്ട് തന്നെ ആയിരിക്കുക. 3. തഖ്വയെ കൊണ്ട് വസിയ്യത്ത് ചെയ്യൽ. 4. രണ്ടിലൊരു ഖുതുബയിൽ അർത്ഥപൂർണമായ ഒരു ആയത്തോതൽ. 5. രണ്ടാം ഖുതുബയിൽ മുഅ്മിനുകൾക്ക് വേണ്ടി ദുആ ചെയ്യൽ. സ്വഹാബികളിൽ നിന്നുള്ള നേതാക്കൾക്കും മുസ്ലിം നേതാക്കൾക്കും വേണ്ടി ദുആ ചെയ്യുക. ഖുത്ബ മിമ്പറിലോ അതല്ലെങ്കിൽ ഉയരമുള്ള സ്ഥലത്തോ വെച്ചായിരിക്കുക. ഖതീബ് മിമ്പറിൻ്റെ അടുത്തുള്ളവർക്ക് സലാം പറയുക. മിമ്പറിൽ കയറിയാൽ ജനങ്ങൾക്ക് തിരിഞ്ഞു അവർക്ക് സലാം പറയുക. ബാങ്ക് കഴിയും വരെ മിമ്പറിൽ ഇരിക്കുക മുതലായവ സുന്നത്തുകളാണ്. ഖുത്ബ ശ്രദ്ധിച്ചു കേൾക്കുക. ദുആകൾക്ക് ആമീൻ പറയുക. നബിയുടെ പേരോ സിഫത്തുകളോ കേൾക്കുമ്പോൾ മിതമായ ശബ്ദത്തിൽ സലാത്ത് ചൊല്ലുക. സഹാബത്തിനെ പറയുമ്പോൾ പതുക്കെ റളിയല്ലാഹു അൻഹു എന്ന് പറയുക മുതലായവ സുന്നത്താണ്. പാഠം 22. സക്കാത്ത് 2 വിധമാകുന്നു. 1. സക്കാത്തുൽ മാൽ, സക്കാത്തുൽ ബദൻ. സക്കാത്തുൽ മാൽ വെള്ളി, പൊന്ന് ഇവയുടെ സ്ഥാനത്ത് നിൽക്കുന്ന നോട്ട്, റിയാൽ, ഡോളർ മുതലായവയിലും ധാന്യങ്ങളിൽ സാധാരണ ഭക്ഷണമായി ഉപയോഗിക്കുന്നതിലും പഴങ്ങളിൽ കാരക്ക, മുന്തിരി എന്നിവയിലും മൃഗങ്ങളിൽ ആട്, മാട്, ഒട്ടകം എന്നിവയിലും കച്ചവട ചരക്കുകളിൽ മാത്രമേ സക്കാത്ത് വാജിബുള്ളൂ. 85 ഗ്രാം കുറയാത്ത സ്വർണം, 595 ഗ്രാമിൽ കുറയാത്ത വെള്ളി, അവയിൽ ഒന്നിൻ്റെ വിലക്കുള്ള കറൻസി മുതലായവ ഒരു വർഷം പൂർണ്ണമായി കൈവശം ഉള്ളവർ അതിൻ്റെ 40ൽ ഒരു ഭാഗം 2.5% സക്കാത്തായി നൽകണം. ഉപയോഗിക്കൽ ജായിസായ ആഭരണങ്ങൾക്ക് സക്കാത്തില്ല. തൊലിയിൽ സൂക്ഷിക്കപ്പെടുന്ന നെല്ല് പോലുള്ള 1920 ലിറ്ററും അല്ലാത്തവ 960 ലിറ്ററും ഒരു വർഷത്തെ കൃഷിയിൽ നിന്ന് ലഭിച്ചവർ അതിൻ്റെ 10-1 നനച്ചുണ്ടാക്കിയതാണെങ്കിൽ 20-1 കൊടുക്കണം. കാരക്ക, മുന്തിരി എന്നിവ 960 ലിറ്റർ ഉണ്ടായാൽ 10-1 കൊടുക്കണം. ഒട്ടകം 5, മാട് 30, ആട് 40 ഉള്ളവർ സക്കാത്ത് കൊടുക്കണം. 5 ഒട്ടകത്തിന് ഒരാട്, 30 മാടിന് 1 വയസ്സുള്ള ഒരു കുട്ടിയും 40 ആടിന് ഒരാടും നൽകണം. പാഠം 23. സക്കാത്തുൽ ബദൻ. ഇതിന് സക്കാത്തുൽ ഫിത്തർ എന്നും പറയപ്പെടും. റമദാൻ അവസാന ദിവസത്തെ സൂര്യൻ അസ്തമിച്ചാൽ അത് നിർബന്ധമാകും. അസ്തമന ശേഷം മരണപ്പെട്ടവർക്ക് വേണ്ടിയും കൊടുക്കണം. ശേഷം ജനിച്ചവരുടെ പേരിൽ കൊടുക്കേണ്ടതില്ല. കടം അവരും ആശ്രിതർക്കും ആവശ്യമായ വീട്, വസ്ത്രം, പെരുന്നാളിൻ്റെ പകലിലേക്കും ശേഷമുള്ള രാത്രിയിലേക്കും ആവശ്യമായ ഭക്ഷണം എന്നിവ കഴിച്ചു ധനം മിച്ചമുള്ളവർക്ക് മാത്രമേ ഫിത്തർ സക്കാത്ത് വാജിബുള്ളൂ. തനിക്കും താൻ ചിലവ് കൊടുക്കാൻ നിർബന്ധമുള്ള മുസ്ലിമിനു വേണ്ടി ഒരു സായ് 200 ലിറ്റർ വീതം ആ നാട്ടിലെ മുഖ്യ ഭക്ഷ്യധാന്യത്തിൽ നിന്നും കൊടുക്കണം. പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പായി കൊടുക്കലാണ് ശ്രേഷ്ഠം. ആ ദിവസത്തെ വിട്ട് കാരണം കൂടാതെ പിന്തിക്കൽ ഹറാമാണ്. സക്കാത്തുകൾ കൊടുക്കുന്ന സമയത്തോ അവ നീക്കിവെക്കുന്ന സമയത്തോ നിയത്ത് ചെയ്യലും അവകാശികൾക്ക് കൊടുക്കലും സക്കാത്ത് കൊടുക്കുന്നതിൻ്റെ ഷർത്തുകളാണ്. അവകാശികൾ
ഫക്കീറുകൾ, മിസ്കീനുകൾ, സക്കാത്തിൻ്റെ പ്രവർത്തകർ, നവമുസ്ലിങ്ങൾ, അടിമത്ത മോചനം കരാറുകൾ ചെയ്തവർ, കടമുള്ളവർ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സേവനമായി യുദ്ധം ചെയ്യുന്നവർ, മുസാഫിറുകൾ എന്നിങ്ങനെ 8 വിഭാഗമാകുന്നു. പാഠം 24 അസ്സൗമു. നോമ്പ് കാലം എല്ലാവർക്കും സന്തോഷകരമായ കാലമാണ്. ഒട്ടേറെ നന്മകൾ ഒരുമിക്കുന്ന ശ്രേഷ്ഠമായ വസന്തം. പ്രായപൂർത്തിയും ബുദ്ധിയും നോമ്പ് അനുഷ്ഠിക്കാൻ കഴിവുള്ള എല്ലാ മുസ്ലിമിനും റമദാൻ നോമ്പ് വാജിബാണ്. ഹൈദ്, നിഫാസ് എന്നിവ ഉള്ളവർക്ക് നോമ്പ് ഹറാമാണ്. അവർ പിന്നീട് ഖളാ വീട്ടണം. ഷാബാൻ 30 പൂർത്തിയാവുകയോ റമദാൻ മാസപ്പിറവി കണ്ടതായി സ്ഥിരീകരിക്കപ്പെടുകയോ ചെയ്താൽ നോമ്പ് നിർബന്ധമാകും. നോമ്പിൻ്റെ ഫർളുകൾ 2 ഒന്ന് നിയ്യത്ത്, 2 നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ വർജിക്കൽ. ഫർളായ നോമ്പിന് ഓരോ രാത്രിയിലും ഫജ്റിന് മുമ്പായി നിയ്യത്ത് ചെയ്യൽ വാജിബാണ്. നവൈതു സൗമഗദിൻ അനാദായി ഫർദ് റമദാനി ഹാദിഹി സനത്ത് ലില്ലാഹി തആല എന്നാണ് പൂർണ്ണമായ നിയ്യത്ത്. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ 4 1 സംയോഗം ചെയ്യുക, 2 ഇന്ദ്രിയം പുറപ്പെടുവിക്കുക, 3 ഉണ്ടാക്കി ഛർദ്ദിക്കുക, 4 തടിയുള്ള വല്ലതും തുറക്കപ്പെട്ട ദ്വാരത്തിൽ കൂടി ഉള്ളിലേക്ക് കടക്കുക. അറഫ ദിവസം ദുൽഹിജ്ജ 9, മുഹറം 9, 10, ഷവ്വാൽ 6 ദിവസം. എല്ലാ അറബി മാസവും 13, 14, 15, 28, 29, 30 എന്നീ തീയതികളിലും തിങ്കൾ, വ്യാഴം എന്നീ ദിവസങ്ങളിലും നോമ്പ് സുന്നത്താണ്. 2 പെരുന്നാൾ ദിവസം, അയ്യാമു തശ്രീക്ക്, ഷെക്കിൻ്റെ ദിവസം എന്നിവയിൽ നോമ്പ് ഹറാമാണ്. പ്രായം കൂടിയതിനാലോ സുഖപ്പെടുമെന്ന പ്രതീക്ഷയില്ലാത്ത രോഗത്തിനാലോ നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയാത്തവർക്ക് നോമ്പ് വാജിബില്ല. അവർ നോമ്പ് ഒന്നിന് 1 മുദ് 800 മില്ലി വീതം ആ നാട്ടിലെ മികച്ച ഭക്ഷ്യ വസ്തുവിൽ നിന്ന് നൽകൽ വാജിബാണ്. രോഗം, യാത്ര മുതലായവ കാരണം നോമ്പ് നഷ്ടപ്പെട്ടവർ ഖളാ വീട്ടണം. അത്താഴം കഴിക്കുക, അസ്തമയം ഉറപ്പായ ഉടനെ നോമ്പ് തുറക്കുക, കാരക്ക അതല്ലെങ്കിൽ വെള്ളം കൊണ്ട് തുറക്കുക, തുറന്ന ഉടനെ അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്കിക അഫ്തർതു ചൊല്ലുക എന്നിവ സുന്നത്തിൽപ്പെട്ടതാണ്. റമദാനിൽ തറാവി നിസ്കരിക്കൽ, ഖുർആൻ ഓതൽ, ഇഅ്തികാഫ്, നോമ്പ് തുറപ്പിക്കൽ, നാവ്, മറ്റ് അവയവങ്ങൾ ഇവയെ അനാവശ്യങ്ങളിൽ നിന്ന് സൂക്ഷിക്കൽ, സദഖ അധികരിപ്പിക്കൽ ഇവയെല്ലാം വളരെ പ്രധാനപ്പെട്ട സുന്നത്തുകളാകുന്നു. പാഠം 25 അൽ ഹജ്ജ് വൽ ഉംറ. മക്കയിൽ ചെന്ന് ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ആഗ്രഹിക്കാത്ത സത്യവിശ്വാസികളില്ല. ജീവിതത്തിൽ 1 പ്രാവശ്യം മാത്രമാണ് അവ നിർബന്ധമായിട്ടുള്ളത്. അവ വാജിബാകാൻ ചില ഷർത്തുകളുണ്ട്. 1 മുസ്ലിം ആവുക, 2 സ്വതന്ത്രനാവുക, 3 കഴിവുള്ളവനാവുക. സ്ത്രീകൾക്ക് ഇതിനു പുറമെ 2 ഷർത്തുകൾ കൂടിയുണ്ട്. 1 ഇദ്ദയിലല്ലാതിരിക്കുക, 2 കൂടെ ഭർത്താവോ മഹ്റമോ വിശ്വാസ്തകളായ സ്ത്രീകളോ ഉണ്ടായിരിക്കുക. ഹജ്ജിൻ്റെ ഫർളുകൾ: 1 ഇഹ്റാം ചെയ്യൽ, ഹജ്ജിൽ പ്രവേശിക്കുന്നു എന്ന് കരുതൽ. 2 അറഫയിൽ ഹാജരാവൽ, അഥവാ ദുൽഹിജ്ജ 9 ഉച്ചതിരിഞ്ഞത് മുതൽ പെരുന്നാൾ ദിവസത്തെ ഫജ്ർ വരെയാണ് അതിൻ്റെ സമയം. 3 ഇഫാദത്തിൻ്റെ തവാഫ് ചെയ്യൽ, അഥവാ അറഫയിൽ ഹാജരായ ശേഷമാണ് ഇത് ചെയ്യേണ്ടത്. 4 സഫാ മർവയുടെ ഇടയിൽ 7 പ്രാവശ്യം സഅയ് ചെയ്യൽ. 5 തലയിൽ നിന്ന് മുടി നീക്കൽ. 6 തർത്തീബ്, അറഫയിൽ ഹാജരാവൽ അല്ലാത്തവ ഉംറക്കും ഫർളാണ്. ഹജ്ജിൻ്റെ വാജിബാത്തുകൾ: 1 മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യുക, 2 പെരുന്നാൾ രാവ് പകുതിയായ ശേഷം മുസ്ദലിഫയിൽ രാത്രി താമസിക്കൽ, 3 അയ്യാമു തശ്രീക്കിൻ്റെ രാവുകളിൽ മിക്ക സമയവും മിനയിൽ രാത്രി താമസിക്കൽ, 4 ജംറകളിൽ കല്ലെറിയൽ, 5 വിദാഇൻ്റെ തവാഫ് ചെയ്യൽ. ഹജ്ജിൻ്റെ മീഖാത്തുകൾ: യലംലം, ദുൽഹുലൈഫ, ജുഹ്ഫ, കർണു മനാസിൽ, ദാത്തു ഇർഖ് എന്നിവയാണ്. ഇഹ്റാമിൻ്റെ കാലം ഷവ്വാൽ, ദുൽഖഅദ്, ദുൽഹിജ്ജ 10-ാം രാവ് ഉൾപ്പെടെയുള്ള ദിവസമാണ്. ഉംറക്ക് നിശ്ചിത കാലമില്ല. ഹജ്ജിന് ഇഹ്റാം ചെയ്താൽ ഹറാമായ ചില കാര്യങ്ങളുണ്ട്. അവ പിന്നീട് പഠിക്കാം.